രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന ശതകോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും ഈ പ്രപഞ്ചത്തിൻ്റെ വെറും 5% മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ബാക്കി 95%വും എന്താണെന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം? ഇത് ഇവിടെ നിന്ന് തുടങ്ങി എവിടേക്ക് വികസിക്കുന്നു? ഹലോ സുഹൃത്തുക്കളെ, സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ അനന്തമായ ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമുക്ക് ആദ്യമായി പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഏകദേശം 1380 കോടി 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തിലൂടെയായിരുന്നു അത്. പക്ഷേ ആളുകൾ കരുതുന്നത് പോലെ ഇതൊരു സാധാരണ വെടിമരുന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ ആയിരുന്നില്ല. പകരം വളരെ ചെറിയ ഭാരമേറിയ ഒരു ബിന്ദുവിൽ നിന്ന് സമയവും ശൂന്യാകാശവും സ്പേസ് ആൻഡ് ടൈം പെട്ടെന്ന് വികസിക്കാൻ തുടങ്ങുകയായിരുന്നു. അന്നു മുതൽ ഇന്നുവരെയും പ്രപഞ്ചം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭൂമി സൂര്യനെ വലയം വെക്കുന്ന സൗരയൂഥത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സൂര്യനെ പോലെയുള്ള ശതകോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിൽക്കി വേ അഥവാ ക്ഷീരപഥം എന്ന നമ്മുടെ ഗാലക്സി. ഇനി അതിശയകരമായ കാര്യം എന്തെന്നാൽ പ്രപഞ്ചത്തിൻ്റെ ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ വേറെയുമുണ്ട്. മറ്റൊരു രസകരമായ വസ്തുത, നാം രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം നമ്മിലേക്ക് എത്താൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കാറുണ്ട്. അതായത് ആകാശത്തേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ 5% കാര്യം ഓർമ്മയുണ്ടോ? നാം കാണുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ജീവജാലങ്ങളുമെല്ലാം പ്രപഞ്ചത്തിൻ്റെ വെറും 5% മാത്രമാണ്. ബാക്കി 95%വും നിർമ്മിച്ചിരിക്കുന്നത് 2 അജ്ഞാത ശക്തികൾ കൊണ്ടാണ്. ഒന്ന് ഡാർക്ക് മാറ്റർ 27%. ഇത് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ ഇതിൻ്റെ ഗുരുത്വാകർഷണ ബലമാണ് ഗാലക്സികളെ ചിതറിപ്പോകാതെ ഒന്നിച്ചു നിർത്തുന്നത്. 2 ഡാർക്ക് എനർജി 68%. പ്രപഞ്ചത്തെ കൂടുതൽ വേഗത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രഹസ്യ ഊർജമാണ്. ഇവ രണ്ടും എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ഇന്നും ഗവേഷണം തുടരുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഭാവി. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഭാവി എന്തായിരിക്കും? പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരുന്നാൽ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം നക്ഷത്രങ്ങളെല്ലാം ഇന്ധനം തീർന്ന് അണഞ്ഞുപോകും. ഗാലക്സികൾ തമ്മിൽ വളരെ അകലത്തിലാകും. ശാസ്ത്രജ്ഞർ ഇതിനെ ബിഗ് ഫ്രീസ് എന്ന് വിളിക്കുന്നു. അനന്തമായ ഈ പ്രപഞ്ചത്തിൽ നാം കേവലം ഒരു ചെറിയ കണിക മാത്രമാണെന്ന സത്യം നമ്മെ അത്ഭുതപ്പെടുത്താതിരിക്കില്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ സയൻസ് വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു മികച്ച വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.